മീറ്റ് കൂടുതൽ കഴിച്ചുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂ, അതിന്റെ സയന്റിഫിക് സ്റ്റഡീസ് വന്നിരിക്കുന്ന കുറച്ച് റിപ്പോർട്ട് വരാൻ ചാൻസ് ഉള്ളത്, സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഡയബറ്റിക്സ് വരാൻ ചാൻസ് ഉണ്ട്, ഹാർട്ട് ഡിസീസിന് ചാൻസ് ഉണ്ട്, ഒബിസിറ്റിക്ക് ചാൻസ് ഉണ്ട്, ഹാർംഫുൾ കൊളസ്ട്രോൾ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊരു സ്റ്റഡി റിപ്പോർട്ടിൽ വന്നത് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് എത്രത്തോളം ഉണ്ട് നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും പ്ലാന്റ് ബേസ്ഡ്. ഇവിടെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവർ, സ്ഥിരമായിട്ട് നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവർ 80% സാധ്യതയാണ് ഹാർട്ട് ഡിസീസിനുള്ളത്. അതേ സ്ഥാനത്ത് വെജിറ്റേറിയൻ ആണ് ഉപയോഗിക്കുന്നെങ്കിലോ 2% ചാൻസ് ഉണ്ട്. അതും മാറി പ്ലാന്റ് ബേസ്ഡ് ആണ് ഉപയോഗിച്ചെങ്കിലോ വെറും 0%. അതായത് ഇല്ല, ദർ ഇസ് നോ ചാൻസ് പ്ലാന്റ് ബേസ്ഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ. നമ്മൾ ആദ്യം കണ്ട സൈഡിൽ കണ്ടു ബ്ലൂസോണിലെ 95% ആൾക്കാർ കഴിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ്. അവിടെ എന്തുകൊണ്ടാണ് അസുഖമില്ലാത്തത്? ഈ രണ്ട് സ്റ്റഡികളും തമ്മിലൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, ഒന്ന് തട്ടിച്ചു നോക്കാം. ഇത് സത്യമാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കാം. ഇത് ക്യാൻസർ റിസർച്ച് UK ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. പ്രോസസ്ഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന 99% ആൾക്കാരിലും ക്യാൻസർ കോശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, വളരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റെഡ് മീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നിടത്തോ 90% ചാൻസ് ആണ്. ഇതും നമ്മുടെ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ഈ സ്റ്റഡി റിപ്പോർട്ട് നേരത്തെ വന്നാണ്, പക്ഷേ ഇന്ന് ഇതിന്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 80% ചിക്കനും ഫിഷും കൂടുതൽ ഉപയോഗിക്കുന്നവരിലേക്ക് 80% ചാൻസ് ആണ് ക്യാൻസർ. വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരിലോട്ടോ 2% ചാൻസ്. അവിടെയും പ്ലാന്റ് ബേസ്ഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അവിടെ നോക്കൂ, ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് മാത്രമാണ് കാണിച്ചത്. ഇവർക്ക് 0% ആണ് ചാൻസ്. എത്രയാണ്? 0%. ഉറപ്പാണ് 0%. ഏത് പേഷ്യന്റ് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ രാത്രി സമയത്ത് കണ്ടാൽ ഭയങ്കര ഭംഗിയാണ് അല്ലേ? ഇത് കണ്ടാൽ നോൺ വെജിറ്റേറിയൻ അല്ല എന്ന് പറയാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇന്നത്തെ ഡിന്നറിന് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ധാരാളം ഡിഷുകൾ. കാരണം ഒരു തരം മാത്രമല്ല, ഊത്തപ്പം വരെ വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ചോലയൊക്കെ പലപ്പോഴും ഗുഡ് ഡോട്ടിന്റെ പ്രോഗ്രാമിൽ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ധാരാളം ഡിഷുകൾ വെജിറ്റേറിയൻ ബേറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ എത്ര പേര് അറിഞ്ഞിട്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മളിപ്പോഴും ഗുഡ് ഡോട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കാണുന്നത് നല്ലതാണ്. ഇന്ന് ലോക ഹോട്ടലുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇന്ത്യൻ ഹോട്ടലില് ഏറ്റവും മുന്തിയ ഹോട്ടൽ താജ് ഹോട്ടൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി, ഒരു VIP വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കാൻ ചൂസ് ചെയ്യുന്ന ഹോട്ടൽ ഏതായിരിക്കും? താജ് ഹോട്ടലായിരിക്കും. കാരണം അത്രയും ഹൈ സ്റ്റാൻഡേർഡും ഹൈ ക്വാളിറ്റിയും ആൾക്കാർക്ക് മാത്രം കയറാൻ പറ്റുന്നതും അവർക്ക് മാത്രം താങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഹോട്ടൽ ശൃംഖലയാണ് താജ്. താജ് ഹോട്ടൽ എന്തിനായിരിക്കും ഗുഡ് ഡോട്ട് അവിടെ കൊടുക്കുന്നത്? അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം അവിടുത്തെ വീഗൻ കാറ്റഗറിയിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഗുഡ് ഡോട്ട് എന്ന കമ്പനിയാണ്. ഇത് മാത്രം പോരെ ഗുഡ് ഡോട്ടിന്റെ വാല്യൂ നമുക്കറിയാനായിട്ട്? നമ്മൾ എത്രത്തോളം വാല്യൂ ഗുഡ് ഡോട്ടിന് കൊടുക്കുന്നുണ്ട്, ശരിക്കുള്ള വാല്യൂ എത്രയാണ്, എന്താണ്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ഇനി ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് തീർന്നില്ല. മടിയന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റന്റ് പ്രോഡക്റ്റുകളുണ്ട്. എനിക്ക് കുക്ക് ചെയ്യാൻ മടിയാന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഗുഡ് ഡോട്ട് അതും തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ സാധനം കറി പേസ്റ്റ്. സവോള അരിയാനും ഇഞ്ചി ചേർക്കാനും വെളുത്തുള്ളിക്കും ഒക്കെ തക്കാളി ഇതെല്ലാം ഉണ്ടാക്കണം. നമ്മളൊരു കറി ഉണ്ടാക്കണം അല്ലേ? ഇതൊന്നും ചെയ്യണ്ട, നേരെ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഗ്രേവി ഒരു പാക്കറ്റ് രൂപത്തിൽ. വെജിറ്റേറിയൻ ബേറ്റ് എടുക്കുക, നമ്മുടെ കറി പേസ്റ്റ് എടുക്കുക, രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആക്കിയിട്ട് നല്ല സൂപ്പർ ഒരു കറി. നോക്കൂ, ഇത് കണ്ടാൽ കഴിക്കാൻ തോന്നാതിരിക്കില്ല. വെജിറ്റേറിയൻ ബേറ്റ് വിത്ത് കറി പേസ്റ്റ്, മറ്റൊന്നും വേണ്ട. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് വൈകിട്ടുണ്ട്. വെറും അരമണിക്കൂർ പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 10-15 മിനിറ്റും കൂടെ നമുക്കൊരു കറി റെഡി. ഇപ്പൊ വിചാരിച്ച ഇപ്പൊ ഉണ്ടാക്കാം. ഇത്രയും മനോഹരമായ പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. കറി പേസ്റ്റിലെ കണ്ടന്റുകൾ ആ കണ്ടന്റുകളെല്ലാം കൂടെ ആ വിലക്ക് എങ്ങനെ കൊടുക്കുന്നു എന്ന് പോലും നമുക്ക് സംശയമാണ്. അടുത്ത ഒരു ഇൻസ്റ്റന്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി. ഇന്നൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ
ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ബിരിയാണി കടയിൽ പോകണം. ഉണ്ടാക്കണമെങ്കിലോ എത്ര നേരത്തെ പരിപാടിയാണ്. അവിടെയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ്. ജസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കുക, കുക്കർ ഇടുക, വെള്ളം ഒഴിക്കുക, വിസിൽ കേൾപ്പിക്കുക, റെഡി. അതും വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കാം, ഇപ്പൊ കഴിക്കാം. എപ്പോഴാണോ ബിരിയാണി ആവശ്യമുള്ളൂ അപ്പൊ കഴിക്കാം. അപ്പോൾ ഇതിലും നമ്മുടെ വെജിറ്റേറിയൻ പ്ലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് നമ്മുടെ ബിരിയാണിയുടെ കൂടെയും നമുക്ക് സാധിക്കും. അടുത്തത് വെജിറ്റേറിയൻ പ്ലേറ്റ് ഉണ്ടാക്കാൻ മറ്റൊരു മാർഗം, ഒരു കുഞ്ഞൻ പ്രോഡക്റ്റ്, ഒരു കുഞ്ഞൻ മസാല. ജസ്റ്റ് വെജിറ്റേറിയൻ പ്ലേറ്റിൽ നമ്മളൊന്ന് പുരട്ടുക, അതിനുശേഷം വറക്കുക, ചുമ്മാ കഴിക്കുക. നമ്മൾ ബാർബിക്യൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ അല്ലേ? പുകയിൽ വറുത്തെടുക്കുന്ന, കരിച്ചെടുക്കുന്ന, ട്രാൻസാറ്റുള്ള ധാരാളം നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. ഇതിനൊക്കെ പകരം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ പ്രോട്ടീൻസിനെ നമുക്ക് ഒരു പക്കോടയാക്കി മാറ്റി ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാം. വളരെ സിമ്പിളാണ്. പ്രോട്ടീൻസ് എടുക്കുക, അതിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇടുക, സോഫ്റ്റ് ആക്കുക, ഈ മസാല ഇടുക, ഒന്ന് പുരട്ടി വെക്കുക, നമ്മുടെ രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. എത്ര സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഒരു നീണ്ട നിര. ഇതിന്റെ വാല്യൂ, ഒരെണ്ണത്തിന്റെ വാല്യൂ പോലും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. ഓരോന്നും പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, സീറോ കൊളസ്ട്രോൾ ആണ്. ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം. ഇതുകൊണ്ട് തന്നെ വീഗൻ പ്രോഡക്റ്റുകളുടെ ഇന്ന് ഗ്ലോബലി ഉള്ള ആ ഒരു ഗ്രോത്ത്, നമ്മൾ ഓരോ കൺട്രികളിലും വന്നേക്കുന്ന ഗ്രോത്തിന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ടുകളാണ് കാണിച്ചേക്കുന്നത്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. 200% വരെ ഗ്രോത്ത് കാണിക്കുന്ന കൺട്രികൾ ഇന്ന് ലോകത്തുണ്ട്. ഇന്ത്യയിൽ അതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. വീഗൻ ഗ്ലോബലി ഗ്രോത്തിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. വീഗൻ പ്രോഡക്റ്റുകൾ 2010 മുതലുള്ള ഒരു ഗ്രോത്താണ് കാണിച്ചത്. 2025-26 കാലഘട്ടത്തിൽ ആ ഗ്രോത്തിന്റെ ആ ഗ്രാഫ് പോകുന്ന ആ ഒരു വഴിയൊന്നും നോക്കും. ഇനി 2030 ആകുമ്പോൾ വീഗന്റെ ആ ഒരു പോപ്പുലേഷൻ എവിടെ എത്തും? അപ്പോൾ ഗുഡ് ഡോട്ടിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ആശയം ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഒന്ന് സ്വപ്നം കാണാവുന്ന കാര്യമാണ്. എന്തും നേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വളർച്ച. ആശയത്തിന്റെ ഒരു ചെറിയ പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഗുഡ് ഡോട്ട് പറഞ്ഞ ഒറ്റ സെഗ്മെന്റ് മാത്രം. ഈ ഒരു ഗ്രാഫ് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, പ്ലാന്റ് ബേസ്ഡ് ഫുഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഈ ഒരു പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഈ ഒരു പ്രപഞ്ചത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത്? 4100 ലിറ്റർ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. 30 സ്ക്വയർ ഫീറ്റോളം ലാൻഡ് ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനം വഴി സേവ് ചെയ്യാൻ പറ്റി. 9 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമുക്ക് തടയാൻ പറ്റി. ഇതിനൊക്കെ പുറമെ ഒരു ജീവനെ നമുക്ക് തടയാൻ പറ്റും. ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഗുഡ് ഡോട്ട് കാരണക്കാരനായി. ഇനി പറ, നമ്മൾ ഓരോരുത്തരും ഗുഡ് ഡോട്ടിന്റെ കൂടെയല്ലേ നിൽക്കണ്ടേ? ഗുഡ് ഡോട്ട് എന്ന പ്രസ്ഥാനം കാണിച്ചു തരുന്ന ഈ വഴി നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കുറേ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ളൊരു വഴിയാണ്. ഇവിടെ ഗുഡ് ഡോട്ട് കുക്കിംഗ് ചെയ്യാൻ അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോം. യാതൊരു ചെലവുമില്ല, വീട്ടിലിരുന്ന് കുക്ക് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിനെപ്പറ്റി ഉള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം സൈറ്റിൽ വരും, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരും. ആരും അതിനു വേണ്ടിയിട്ട് നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം നാളത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ ആ നാളെ നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഡോട്ട് എസ്ഒഇ, പുതിയ പേരിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഡിഷുകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ഡിഷുകൾ ഗുഡ് ഡോട്ട് എസ്ഒഇ വഴി നമുക്ക് കാണാൻ പറ്റും. ഒരു സാധാരണ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് പോലും നമുക്ക് ധാരാളം പരീക്ഷണങ്ങൾ നടത്താം. വീട്ടമ്മമാർ കൂടുതലും അടുക്കളപ്പണിയാണ് ചെയ്യുന്നത് അല്ലെ? അവിടെ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലോ അവിടെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ നമുക്ക് പുതിയൊരു റെസിപ്പി ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് വന്നിട്ടുണ്ട്. ഗുഡ് ഡോട്ട് എസ്ഒഇ റെസിപ്പി ബുക്ക് എന്നാണ് എൻ്റെ പേര്. ഇത് നിലവിൽ ഇപ്പോൾ വന്നേക്കുന്നത് നമുക്ക് ഹിന്ദിയിലാണ് വന്നേക്കുന്നത്. ഇനി വരാൻ പോകുന്നു നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതേ റെസിപ്പികൾ വരും. അതുവരെ തൽക്കാലത്തേക്ക് നമുക്ക് ഈ റെസിപ്പി ബുക്ക് ഉപയോഗിക്കാം. ഇനി ഹിന്ദി ഒട്ടും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി ബുക്കിന്റെ എല്ലാം ഓരോ റെസിപ്പിയുടെയും അണ്ടറിൽ ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിന്റെ വീഡിയോ വരും. ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ വരും. അവിടെ നമുക്ക് ലാംഗ്വേജ് പ്രശ്നമല്ല, ഏത് ലാംഗ്വേജിലായിക്കോട്ടെ നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ വരും. ഇവിടെ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് നമ്മുടെ മുസാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള സ്പെഷ്യൽ 2.0 എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മുടെ ഗുഡ് ഡോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു.
ഒരു സർപ്രൈസ് ആണ്. അത് നമുക്ക് മൂസാറിന്റെ കയ്യിൽ നിന്ന് കേൾക്കാം. ലാസ്റ്റ് സാർ പറഞ്ഞ പോലെ ഇത് ഈ പ്രസന്റേഷന്റെ അവസാനമായിരിക്കും ആ അനൗൺസ്മെന്റ്. ഒരാള് പോലും അത് മിസ്സാക്കരുത്. ഇനി എവിടെയാണ് വീഡിയോസ് കാണുക? നമ്മൾ ഗുഡ് ഡോട്ടിന്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെസിപ്പി ബുക്കിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ നേരെ പോകുന്നത് ഗുഡ് ഡോട്ടിന്റെ ഒഫീഷ്യൽ ഗുഡ് ഡോട്ട് RCMന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണ്. ആ പേജിന്റെ പേരാണ് ഇവിടെ സ്ക്രീൻഷോട്ട് കാണുന്നത്, good dot underscore RCM. ഇതാണ് ഗുഡ് ഡോട്ട് RCMന്റെ ഒഫീഷ്യൽ പേജ്. ഈ പേജിലായിരിക്കും റെസിപ്പികൾ വരിക. നോട്ട് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാം മിക്കവരും യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ലീഡേഴ്സ് അവിടെ ഓരോ പുതിയ ഡിഷ് ഉണ്ടാക്കി അവിടെ വീഡിയോ ഇട്ടേക്കും നമുക്ക് കാണാം. ഇതിനകത്ത് കുറേയൊക്കെ മുഖങ്ങൾ നമുക്ക് പരിചയമുള്ള മുഖങ്ങളുണ്ടാവും. ധാരാളം റെസിപ്പികൾ, ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ, ധാരാളമുണ്ട്. കാണാനാണ് ഇഷ്ടം പോലെ റെസിപ്പികൾ, പറഞ്ഞാൽ തീരാത്തത്രയും റെസിപ്പികൾ. ഇതൊക്കെ ഇവിടം വരെ എത്താനായിട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ആ പ്രോഗ്രാമിനോടൊപ്പം നിന്ന് ആ പ്രോഗ്രാമിന്റെ ഓരോ കാര്യങ്ങൾക്കും ട്രാൻസ്ലേഷനും ഒക്കെ ആയിട്ട് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു എന്താ പറയാ ഒരു ലീഡറാണ്, യഥാർത്ഥ ലീഡറാണ് രഘു സാർ. രഘു സാറിനെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ, ഗുഡ് ഡോട്ടിന്റെ മുഴുവൻ ടീമിന്റെ പേരിലും RCM കേരളയുടെ പേരിലും ഒരു താങ്ക് യു പറയുന്നു. പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട് നമുക്ക് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ക്രിസ്റ്റീന മാഡം. ക്രിസ്റ്റീന മാഡത്തോടും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇവരൊക്കെ എഫേർട്ട് ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം നമുക്ക് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എത്തിക്കേണ്ട ആവശ്യകത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ ക്രിസ്റ്റീന മാഡം അവൈലബിൾ ആണോ? രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റീന മാഡത്തെ ഓക്കെ ആണെങ്കിൽ. ഷുവർ സർ. RCM ജയ് ഗുഡ് ഡോട്ട്. ഇന്നത്തെ ദിവസത്തെ സെഷൻ നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച ഒരു സെഷൻ, അത് സാറിനോട് 8-ാം തീയതി ജസ്റ്റ് നമ്മുടെ ഗോപകുമാർ സാറിന്റെ പ്രോഗ്രാമിന് കയറണ നേരത്ത് സുജിത് സാർ ഒരു പ്രോഗ്രാം തരുമോ എന്നുള്ള വാക്കിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടി. അതിൽ നമ്മുടെ സ്വന്തം ഡോക്ടർ രാജൻ സാറ് എൻ്റർ ആയി. പക്ഷെ സാറിന് അവസാനത്തെ 2-3 സ്ലൈഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ആ സ്ലൈഡ് ഒന്നും ഇതിൽ വന്നിട്ടില്ല, ആ വാല്യൂവിനെ കുറിച്ച് കാണിക്കുന്ന സ്ലൈഡ്. സോ ആ ഒരു സ്ലൈഡിന്റെ എന്താ പറയാ, ഷുവർ സർ, ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കേട്ടിട്ട് സാറ് പറഞ്ഞു ഇത് റെക്കോർഡഡ് ആണോ? ഞാൻ പറഞ്ഞു അല്ല സാർ, കാരണം നമുക്ക് കുറച്ച് വളരെ ശുഷ്കിച്ച ഒരു 1000 പേരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏകദേശം ഒരു 170 പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. സോ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെ വിടേണ്ട ഒരു പ്രോഗ്രാം അല്ല, ഇത് അനേകം ജനങ്ങളിലേക്ക് എത്തിക്കണം. RCMന് ഇഷ്ടപ്പെടുന്ന, നല്ല ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന, ആരോഗ്യം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള സെഷനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്താ പറയാ, നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഏറ്റെടുത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓൾ കേരള പ്ലാറ്റ്ഫോമിൽ വീണ്ടും അല്ലെ സുജിത് സാർ, യു ആർ അമേസിംഗ് സാർ, വെരി എന്താ പറയാ, ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഒപ്പം റിയൽ വിമൻ എംപവർമെന്റ് എന്താണെന്നുള്ളത്, ഒപ്പം നളപാചകം കൂടെ ചേരുമ്പോഴുള്ള മനോഹാരിത, അത് ഗുഡ് ഡോട്ട് നമുക്ക് മുന്നോട്ട് വെക്കുന്നതാണ്. സോ നമ്മളെല്ലാവരും ഇതിന്റെ മിറാക്കിളസ് ആ റിസൾട്ടിന് നമ്മളെല്ലാവരും എന്താ പറയാ കണ്ടവരാണ്, ഭക്ഷിച്ചവരാണ്, ടേസ്റ്റ് ചെയ്തവരാണ്. സോ ഇനിയും വിജയങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സുജിത് സാർ, താങ്ക് യു സോ മച്ച്. ഓവർ ടു യു സാർ. അവിടെ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ കാണാറുണ്ട്. RCMലേക്ക് വരുമ്പോഴത്തേക്കിനും പരമ്പരാഗത മാർക്കറ്റിംഗ് പ്ലാനും RCM മാർക്കറ്റിംഗ് പ്ലാൻ. പക്ഷെ ഇവിടെ ഞാൻ കാണിക്കുന്ന മാർക്കറ്റിംഗ് പ്ലാൻ അല്ല, ഒരു പരമ്പരാഗത ജീവിതശൈലിയും ഒരു RCM ജീവിതശൈലിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമ്പരാഗത ജീവിതശൈലി ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മളവിടെ യൂസ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം RCMനുണ്ട്. നമ്മൾ RCMൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരോഗ്യത്തിന് വേണ്ടിയാണ് RCMൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ഏതാണ് ശരിയായ വഴി എന്നുള്ളത് ചിന്തിച്ചു നോക്കി. അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സാധാരണ ജീവിതശൈലി ആണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പിക്ചറിൽ കാണിക്കുന്നു. ഏതൊരാളെടുത്തു, വിദേശത്ത് പൊക്കോട്ടെ, ബിസിനസ് തുടങ്ങിക്കോട്ടെ, ജോലിക്ക് പൊക്കോട്ടെ, എല്ലാം ഇതാണ് ജീവിതശൈലി. പക്ഷെ RCMലോ തളർന്നു കിടക്കുന്നവരെ ഓടിച്ചാടി നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണുന്നു.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഏത് ഗ്രാഫാണ് നല്ലത്, ഏത് ജീവിതശൈലിയാണ് നല്ലത് എന്നുള്ളത് സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. RCM നമുക്ക് കാണിച്ചു തരുന്നത് ഒരു തലതിരിഞ്ഞ വഴിയാണ്. പക്ഷെ ഇതാണ് ശരിയായ വഴി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം മാത്രം. RCM തിരിച്ചറിയാൻ പാടാം. പക്ഷേ താങ്ക് യു TCG എന്ന് പറഞ്ഞ ആ ഒരു മഹാമനുഷ്യന് ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും നന്ദി പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതൊക്കെ വാല്യൂവിനെ പറ്റിയാണ്. ഐ വാല്യൂ യു എന്നുള്ളൊരു ആ ഒരു സെന്റൻസ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റൂബി സിസിലി മാഡത്തിന്റെ ഉള്ളിൽ നിന്നാണ്. സിസിലി മാഡം ഒരു പ്രോഗ്രാം, ഗോകുമാർ സാറിന്റെ പ്രോഗ്രാമില് ഐ വാല്യൂ യു, വാല്യൂ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ വാല്യൂ യു എന്ന ആ ഒരു സെന്റൻസ് മുഴുവിച്ച് കേട്ടത് സിസിലി മാഡത്തോട് പറയാതെ തന്നെയാണ് ഞാനിത് കോപ്പി എടുത്തത്. നല്ലതായിരുന്നു കോപ്പി എടുക്കുന്നത്, കുഴപ്പമില്ല. അപ്പം നമ്മുടെ സ്വന്തം ബോഡിയിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഒരു വാല്യൂ ഇടാൻ വേണം. ബ്രെയിന് വാല്യൂ ഇടാം, ഹാർട്ടിന് വാല്യൂ ഇടാം, കിഡ്നിക്ക് വാല്യൂ ഇടാം, വാല്യൂ ഇടാൻ പറ്റുന്നവർക്ക് ഇടാം. ഇത് വാല്യൂ എത്രയുണ്ടെന്ന് ജസ്റ്റ് നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടുക. ഇത് നമുക്ക് എഴുതി കൂട്ടാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല, ഒരൊറ്റ അവയവത്തിന്റെ. ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ എന്നാ തിരിച്ചറിയുക? നമ്മൾ ട്രഡീഷണൽ ജീവിതത്തിലൂടെയാണ് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ആരോഗ്യപരമായ പ്രശ്നങ്ങളും നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഈ 3 അവയവങ്ങൾ നമ്മൾ എന്നും പോഷിക്കേണ്ടതാണ്. കാരണം ഇതിലൊന്നില്ലാതായാൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തി തലച്ചോറ്, ഹൃദയം, ശ്വാസോച്ഛ്വാസം, മറ്റെന്തും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഈ 3 എണ്ണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവയെ ശ്രദ്ധിക്കുക, സ്നേഹിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് നമ്മൾ ഓരോരുത്തരും RCM വഴിയും ഗുഡ് വഴിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 അവയവങ്ങളെയും, നമ്മുടെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് RCMലും ഗുഡ് ഉള്ളത്. ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. വേണമെങ്കിൽ ലോ പ്രോട്ടീൻ ജങ്ക് ഫുഡിന്റെ ആ ഒരു ലെവലിലോട്ട് പോകാം. റെഡ് ലൈറ്റ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പോകാം. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കാം. പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനെ പറ്റിയും ഇന്ന് കണ്ട കാര്യങ്ങളെ പറ്റിയും ഗുഡ് എന്ന പ്രസ്ഥാനത്തെ പറ്റിയും വേണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് സത്യമാണോ എന്ന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചറിയാം. തിരിച്ചറിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഗ്രീൻ സിഗ്നൽ, ആ ഗ്രീൻ ഡോട്ട് നമുക്ക് സ്വീകരിച്ച് ഹൈ പ്രോട്ടീൻ ഉള്ള പ്ലാൻ ബേസ്ഡ് ഫുഡിന്റെ ആ ഒരു സോണിലേക്ക്, ബ്ലൂ സോണിലെ തുടക്കം മുതൽ അവർ ഉപയോഗിച്ച, പക്ഷേ നമുക്ക് ഇനിയും മാറാൻ സമയമുണ്ട്. 100 വയസ്സ് വരെ അല്ലെങ്കിലും ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കാനൊരു അവസരം പ്ലാൻ ബേസ്ഡ് ഫുഡുകൾ തരുന്നുണ്ട്. അതിനൊരു അവസരം മാത്രമല്ല, അതിന്റെ മാർഗം നമുക്ക് RCM കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തും ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരമ്മയും കുറച്ച് പിള്ളേരെയും കാണുന്നു, കുറച്ച് മക്കളും, അമ്മയും മക്കളും. മക്കൾ എന്താ പറയുന്നത്? എൻ്റെ അമ്മ എനിക്ക് ഫുഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്, തിരയുകയാണ്. എവിടെയാ തിരയുന്നേ? താഴെ. അവിടെയും ഒരു അമ്മയും കുഞ്ഞുങ്ങളാണ്, പക്ഷെ മീനാണെന്ന് മാത്രം. അവിടെയും ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന, എൻ്റെ അമ്മ എൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് തിരയുകയാണ്. നമ്മൾ ആ മീനെ പിടിക്കുമ്പോൾ, ആ അമ്മയുടെ മക്കൾക്ക് വേണ്ടി ആ മീനെ പിടിക്കുമ്പോൾ വേറൊരു കുറെ മക്കളുടെ സ്വപ്നങ്ങളാണ് കെട്ടടിയുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ ധാരാളം ജീവനുകളുടെ സ്വപ്നങ്ങളെ നമ്മൾ തല്ലിത്തകർക്കുകയാണ്. ഇതൊരു സിംബോളിക്കാണ്, പക്ഷെ ഇത് സത്യമാണ്. നമ്മൾ ഓരോരുത്തരും നോൺ വെജിറ്റേറിയൻ ഒരു മനുഷ്യനെ, ഒരു ജീവനെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി വേണമെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാം. കാരണം നമുക്ക് വേണ്ടതെല്ലാം ഗുഡ് തരുന്നുണ്ട്. നമുക്ക് വേണ്ട ടേസ്റ്റ് ആണ്, നോൺ വെജിറ്റേറിയൻ പോലെ ഇരിക്കുന്നതാണ്, ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറാം. മാറിയാൽ നല്ലത് മാത്രമേ വരൂ മാറുന്നവർക്ക്. ഇനി മാറാൻ താമസമെടുക്കുന്നവർക്കോ? വെൻ ഐ ആം റെഡി ഐ വിൽ സ്റ്റാർട്ട്, അല്ലെ? നാളെ ഞാൻ മാറാമെന്ന് വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കിനും നമ്മുടെ ലൈഫ് തീരും. ഈ പിക്ചർ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരൊറ്റ കാര്യങ്ങൾ, ഈ ഒരു പിക്ചർ നമ്മൾ പലരോടും RCMന്റെ പറ്റി പറയും, ഗുഡ് പറ്റി പറയും. അവിടെ 2 പട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഒരു പട്ടി കണ്ടുകെട്ടി, കയറ് കെട്ടി അനങ്ങാൻ മേലാതിരിക്കുകയാണ്, പ്രശ്നങ്ങളുടെ നടുവിലാണ്. അവിടെ ചെന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ, ഡു യു വാണ്ട് മീ ടു ഫ്രീ നൗ? ഫ്രീ യു. അവരെ ആ കെട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാമെന്ന് പറയുമ്പോൾ എന്താ പറയുന്നേ? ഇപ്പൊ വേണ്ട, ഇപ്പൊ ഞാൻ ട്രഡീഷണൽ ലൈഫിലാണ്,
എനിക്ക് ഇന്നും കൂടെ ഈ ജോലി തീർക്കാനുണ്ട്. മാറണം അല്ലെ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ഈ ഒരു ലോകം, ഈ ഒരു വ്യത്യസ്തമായ ലോകം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. കാരണം അത്ര എളുപ്പമല്ല. കാരണം കണ്ണു കെട്ടിയിരിക്കുന്നവരെ നമുക്ക് കൈപിടിച്ച് നമ്മുടെ ഈ ലോകം കാണിച്ചു കൊടുക്കാം. കാരണം ഇത്രയും മനോഹരമായൊരു ലോകം നമുക്ക് സമ്മാനിച്ച TCG എന്ന മഹാമനുഷ്യന്റെ ഈ ഒരു ലോഗോ, ഞാൻ ലോഗോയെ പറ്റി പിന്നെ പറയാം. ആർസിഎമ്മിന്റെ ലോഗോയുടെ അർത്ഥം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഈ ഒരു വീഡിയോ ഒന്ന് കണ്ണു തുറന്ന് കാണാം. ആർസിഎമ്മിന്റെ ലോഗോ ഒരു ജലതുള്ളിയിൽ തുടങ്ങി അതൊരു സീഡ് കിളുത്തു വരുന്നു. അതിനുശേഷം അതിനെ നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് മാറണം. ഇതാണ് ആർസിഎമ്മിന്റെ ലോഗോയുടെ മീനിങ്. ഇതായിരിക്കണം ആർസിഎമ്മുകാരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ മാറാൻ പറ്റണം. ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ലോഗോ കാണുമ്പോൾ നമ്മുടെ ഉള്ളില് ഈ ജലഗണവും ഈ കൈത്താങ്ങും ഈ ഒരു ചെറിയ ചെടിയും, കാരണം നമ്മൾ കൈത്താങ്ങായിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ ആർസിഎമ്മിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കൂടെ വരുന്നവരെ വിജയിപ്പിക്കുക, അവർക്ക് വേണ്ട കൈത്താങ്ങും ജലവും നമ്മൾ കൊടുക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ രഹസ്യം. ഇത് തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം. അപ്പോ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു സ്ലൈഡാണ്. സ്ലൈഡ് തീരാറായി. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ജീവന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. കാരണം ഇതല്ലാതെ മറ്റൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ ചെറിയ ലൈഫാണ്. ഇതൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു മഹാമനുഷ്യനെ നമുക്ക് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സല്യൂട്ട് കൊടുക്കണമെങ്കിൽ ഈ മനുഷ്യന് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ മലയാളികളാണ്. നമുക്ക് മലയാളത്തിൽ പ്രചരിപ്പിക്കാം. എല്ലാ വീട്ടിലും ഗുഡ് ഡോട്ട്, വീട് വീടാന്തരം ഗുഡ് ഡോട്ട്. ഈ ചെറിയ ഡോട്ടിന്റെ വെളിച്ചം ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വെളിച്ചം പരക്കട്ടെ. നാടുകൾ തോറും പരക്കട്ടെ, രാജ്യങ്ങൾ തോറും പരക്കട്ടെ. നമ്മൾ ആർസിഎംകാർ വഴി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ഇതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം. ഈ ഡോട്ടിന്റെ വെളിച്ചം നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു വിജയം ഗുഡ് ഡോട്ടിലൂടെ സാധിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗുഡ് ഡോട്ടിനെ തിരിച്ചറിയാനുള്ളവർ തിരിച്ചറിയുക. താങ്ക് യു ഓൾ. താങ്ക് യു ഹേമന്ത് സാർ.